നമസ്കാരം. ആൻസർ പ്ലീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മുഖവുരകൾ ആവശ്യമില്ലാത്ത കോൺഗ്രസ് നേതാവ്, ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നേരിടുകയും എന്നാൽ ശക്തമായ രാഷ്ട്രീയം പറഞ്ഞു പോവുകയും ചെയ്യുന്ന നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്നത്തെ അതിഥി. സ്വാഗതം. ആദ്യത്തെ ചോദ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിലാണ് അങ്ങ്. വിവിധ ജില്ലകളിലെ പര്യടനം നടത്തുകയാണ്. കോൺഗ്രസിൻ്റെ കേരളത്തിലെ സാധ്യതയേക്കാൾ ആദ്യം ഞാൻ ചോദിക്കുന്നത്, ദേശീയ തലത്തിൽ മോഡിയുടെ ഒരു മൂന്നാം ഭരണത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാനുള്ള കെൽപ്പ് നിലവിൽ കോൺഗ്രസിനുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. കോൺഗ്രസിലെ ചില നേതാക്കന്മാർ വിട്ടുപോകുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയാം. അതെ. പക്ഷേ അണികളും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനങ്ങളും ഇപ്പോഴും അവിടെ തന്നെയാണ്. ഇ ഡിയുടെയും സി ബി ഐയുടെയും സമ്മർദ്ദത്തിലൂടെ ചില ആളുകൾ പോകുന്നുണ്ട്, ചില സ്വാർത്ഥ താല്പര്യം കൊണ്ട് പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ജനങ്ങളോ പ്രവർത്തകരോ കോൺഗ്രസ് വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ യു പിയിൽ ഡൽഹിയിൽ ഉണ്ടായി, ആം ആദ്മി പാർട്ടിയുമായി ചണ്ഡീഗഡിലുണ്ടായി, പിന്നെ ഇപ്പോൾ യു പിയിലുണ്ടായി. നല്ല മുന്നേറ്റം ഉണ്ടാവും. 35% വോട്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയത്. ബാക്കിയുള്ള വോട്ടുകൾ യോജിപ്പിക്ക് ഒരു മുന്നണിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അല്ല, അത്തരമൊരു സമാഹരണം, ചിതറിക്കിടക്കുന്ന വോട്ടുകൾ സമാഹരിക്കുക എന്ന വലിയ പ്രക്രിയയുണ്ട്. അതിന് ഇന്ത്യ മുന്നണിക്ക് അക്ഷരാർത്ഥത്തിൽ സാധിക്കുന്നുണ്ടോ? അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, പലതരത്തിലുള്ള പാർട്ടികളാണ് ഇതെല്ലാം, പല സ്വഭാവമാണ്. 10-14 പാർട്ടികളുണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്നിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. പക്ഷെ എന്നാലും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM നേരത്തെ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഈ ഘടകകക്ഷികളിൽ പലരും നേരത്തെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ഈ ഓരോ പാർട്ടികൾക്ക് ഉള്ള മുൻതൂക്കം അനുസരിച്ച് അവർ ലീഡ് ചെയ്യണം എന്നുള്ളത്. അത് കോൺഗ്രസ് തിരിച്ചറിയാൻ വൈകിപ്പോയിട്ടില്ലേ? അല്ല, ഇപ്പോൾ ആര് ലീഡ് ചെയ്യണം എന്നുള്ളതിനൊക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ അല്ല, സംസ്ഥാനത്തൊരു പ്രധാന ചോദ്യമാണത്. അല്ല, അതെ, ഓരോ സംസ്ഥാനത്തും അതിൻ്റേതായ രീതി. ഇപ്പം ബംഗാളിലെ പ്രശ്നം, അതെ, മമതാ ബാനർജിയും CPM-ഉം കോൺഗ്രസും ഉണ്ട്. ഇതിനെ മൂന്നിനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ പ്രയാസകരമാണ്, നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായ പ്രാദേശിക, ഇപ്പം കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ അലയൻസ് ആയിട്ടുള്ള CPI, CPM ഈ കക്ഷികളൊക്കെ ആയിട്ട് കോൺഗ്രസ് UDF നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അല്ല, അത് ദേശീയ തലത്തിലുണ്ട്. കാരണം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പഞ്ചാബിൽ എതിർത്ത് മത്സരിക്കുകയാണ്. അതെ, അല്ലെങ്കിൽ അവിടെ വരുന്ന BJPക്ക് ഗുണമുണ്ടാവും. ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസിൽ നിന്നും പ്രധാന നേതാക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു, ഒരു വർക്കിംഗ് പ്രസിഡന്റ് പോയി, ഒരു മുൻ മുഖ്യമന്ത്രി പോയി. ഇനി ആര് പോകും എന്നുള്ള ആശങ്കയോടെ ഇന്ത്യൻ രാഷ്ട്രീയം നോക്കി നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം. എന്തുകൊണ്ട് പോകുന്നു? BJP എന്തുകൊണ്ട് ഇവരെ ചാക്കിട്ട് പിടിക്കുന്നു? BJPയുടെ നില ഭദ്രമല്ല, ഉള്ളിൽ ഭയമാണ്. വാജ്പേയി ഗവൺമെൻറ് കാലത്ത് ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയിട്ട് അധികാരത്തിൽ വന്ന UPA ആണ്. അതെ, അന്നായിരുന്നു BJP തോറ്റത്. അതെ, അതേ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ ആളുകളെ പിടിക്കാൻ നോക്കുന്നത്. പണ്ടൊന്നും കോൺഗ്രസ് നേതാക്കളെ BJP ക്യാമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോഴെന്തുകൊണ്ട് സാധിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പം നേതൃത്വത്തിൻ്റെ ഭാഗത്ത്, രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിൻ്റെ തലത്തിൽ തന്നെ ഇവരെ പിടിച്ചു നിർത്താൻ പറ്റാത്തത് ഒരു സംഘടനാപരമായ പരാജയമല്ലേ? ഒരിക്കലുമല്ല. പിന്നല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു തെറ്റായ പ്രവണത വളർന്നു വരികയാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് 70 വർഷക്കാലത്തോളം ഭരിച്ചു. കോൺഗ്രസ് ഒരിക്കലും മറ്റ് രാഷ്ട്രീയ കക്ഷികളെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടില്ല. CBI ഉപയോഗിച്ചോ ED ഉപയോഗിച്ചോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ വ്യക്തികളെയോ പ്രതികാര മനോഭാവത്തോടെ ഇല്ലായ്മയാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഒരു പാർട്ടി കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നല്ല. കാരണം അവർക്കറിയാം കോൺഗ്രസ് ഈ രാജ്യത്ത് നിലനിന്നാൽ അവർക്കെന്നും ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. അതിന് അങ്ങനെ ശ്രമിക്കുമ്പോൾ ചില ആളുകൾ കുറച്ച് പേര് പോയിട്ടുണ്ടാവും. അതൊന്നും കൊണ്ട് കോൺഗ്രസിന് ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ല, ഇനിയൊരാൾ പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത ദേശീയ നേതൃത്വം എടുക്കേണ്ടതില്ല. ഇപ്പോൾ കമൽനാഥിൻ്റെ പേരിങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കമൽനാഥൊന്നും പോകത്തില്ല, കമൽനാഥൊന്നും പോകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പോകുന്ന 2 തരം ആളുകളാണ്. ഒന്ന്, ലാഭങ്ങൾ പ്രതീക്ഷിച്ച് പോകുന്നയാൾ. നമ്മൾ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നത് സ്ഥാനങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ, നമ്മുടെ ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരാണ്. ഇത്രയും നാൾ കോൺഗ്രസ് തന്നെ 2 തവണ മുഖ്യമന്ത്രിയാക്കി
വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി, എല്ലാ സ്ഥാനമാനവും 10-20 വർഷക്കാലം മന്ത്രിയായിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തെ ഉച്ചയ്ക്ക് 12 മണി വരെ എന്നോടൊപ്പം മീറ്റിങ്ങിലാണ് അശോക് ചവാൻ. പിറ്റേ ദിവസം രാവിലെയാണ് എന്നോട് പറഞ്ഞിട്ടാണ് പോയത്, പിറ്റേ ദിവസം രാവിലെയാണ് പോകുന്നത്. അല്ല, അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്രയും കോൺഗ്രസിൽ നിന്ന് സ്ഥാനമാനങ്ങൾ കിട്ടിയവളെ പിടിച്ചു നിർത്താൻ എന്താ പറ്റാത്തത്? പിടിച്ചു നിർത്താൻ പറ്റില്ല. ഒന്ന്, സ്വാർത്ഥ താല്പര്യം. 2, ED CBIയുടെ പ്രഷർ. ഇതിൽ നിന്ന് അതേസമയം അതിനെ അതിജീവിച്ച നേതാക്കന്മാർ ധാരാളം. ഇപ്പം DK ശിവകുമാർ ജയിലിലിട്ടു, അദ്ദേഹം തിരിച്ചടിച്ചു, തിരികെ വന്നു. അങ്ങനെയുള്ളവരാണ് ജനങ്ങളെ പിന്തുണയ്ക്കുന്നത്. അതുപോലുള്ള ലീഡർഷിപ്പാണ് വേണ്ടത്. അങ്ങയുടെ വളരെ അടുത്ത സുഹൃത്താണ് DK ശിവകുമാർ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അത്തരം നിലപാടെടുപ്പിക്കാൻ എന്തുകൊണ്ട് അത് രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ല? രാഹുൽ ഗാന്ധി അല്ലല്ലോ എടുപ്പിക്കേണ്ടത്, അതുപോലെ വ്യക്തികളല്ലേ. അല്ല, വ്യക്തിപരമായി രമേശിയൊക്കെ ചില അവഗണനകൾ നേരിട്ട ഘട്ടത്തിൽ പോലും മറിച്ചൊരു ചിന്തയില്ല അതേ കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ പാർട്ടി നിൽക്കുന്നത് എനിക്ക് സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, എൻ്റെ കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ. രമേശ്, ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കേരളത്തിലേക്കാണ് വരേണ്ടത്. കാരണം അങ്ങയ്ക്ക് അതിനു മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് നരേന്ദ്രമോദി ഭയപ്പാടിലാണ്. അദ്ദേഹത്തിന് അറിയാം, കോൺഗ്രസും UPA, ഈ പഴയ UPA, ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി ശരിയായ അർത്ഥത്തിൽ യോജിച്ച് നിന്നാൽ, നിങ്ങൾ സീറ്റുകളുടെ കണക്കെടുത്ത് നോക്കുക, നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള സമീപനങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ജനാധിപത്യ മതേതര മുന്നണി എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ശ്രമിച്ചാൽ കൊണ്ടുവരാൻ കഴിയും. അല്ല, ഇതിലൊരു പ്രശ്നമുള്ളത് CPM ഉയർത്തി കാണിക്കുന്നുണ്ടത് BJPക്കെതിരെയാണ് പ്രധാന പോരാട്ടം. ആ BJPയുടെ ശക്തി കേന്ദ്രമായ വടക്കേ ഇന്ത്യ വിട്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന നേതാവ് കേരളത്തിലേക്ക് മത്സരത്തിന് വരുമ്പോൾ ഈ പോരാട്ടത്തിൻ്റെ വീര്യം കുറഞ്ഞു പോകുമെന്ന ആശങ്ക പലർക്കുമുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളും അത് തുറന്നു പങ്കുവെച്ചു. ഏറ്റവും ഒടുവിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയമായി BJP കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിക്കുന്നതാണ് ഗുണകരം ദേശീയ തലത്തിലെന്ന്. അല്ല, അദ്ദേഹം തീരുമാനിച്ചില്ല, എവിടെയാണ് മത്സരിക്കണമെന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് രാഹുൽ ഗാന്ധി, ഞാനും അന്ന് ഉമ്മൻചാണ്ടിയും, ഞങ്ങൾ മുല്ലപ്പള്ളിയും, ഞങ്ങൾ മൂന്നും കൂടെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വന്നതും മത്സരിച്ചതും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചതും. ഇത്തവണ രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. പിന്നെ കേരളത്തിൽ നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് പണ്ടും ചരിത്രപരമാണ്. CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടം ചരിത്രപരമാണ്. ഞങ്ങൾ ഒരുമിച്ചാൽ അത് നേട്ടം ഉണ്ടാകുന്നത് BJPക്ക് തന്നെയായിരിക്കും. 100%. അതുകൊണ്ട് ആ പോരാട്ടം തുടരുകയാണ് മതേതര ജനാധിപത്യ മുന്നേറ്റത്തിന് അനിവാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇവിടെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം അദ്ദേഹം മത്സരിച്ചതാണ്. രമേശ്, ഞാനൊന്ന് ഇടപെടുക. അന്ന് ആ സാഹചര്യത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ ഗുണം രാഷ്ട്രീയമായി വലിയ രീതിയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി. അന്ന് ഇന്ത്യ മുന്നണി ഇല്ല, ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ട്. BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വിശാല സഖ്യത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ്, അതിന് നേതൃത്വം നൽകുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മത്സര കേന്ദ്രം മാറ്റേണ്ടതല്ലേ? അല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ ഇവിടെ വേണമെന്നുള്ളതാണ്. അല്ല, അത് നിങ്ങളുടെ ഒരു സ്വാർത്ഥതയല്ലേ? അല്ല, അതുകൊണ്ട് ദേശീയ വിശാലമായ രാജ്യ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇവിടെ മത്സരിക്കണമെന്നാണ്. ഈ മുൻപ് AICC ആസ്ഥാനം എന്ന് പറഞ്ഞാൽ കുറേ ട്രബിൾ ഷൂട്ടേഴ്സുള്ള വലിയ നേതാക്കളുള്ള ഒരു കേന്ദ്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചുരുങ്ങി വളരെ 3 പേരിൽ മാത്രം ഒതുങ്ങുന്നൊരവസ്ഥയാണ്. എന്ന് പറയാൻ കഴിയില്ല. അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് കോൺഗ്രസ്സിന് 300 സീറ്റ് 400 സീറ്റൊക്കെ ഉള്ള കാലമുണ്ട്. ആ സാഹചര്യത്തിൽ മാറ്റമുണ്ട്. കോൺഗ്രസ്സിന് കുറച്ച് ആ പഴയ മുന്നേറ്റം ഉണ്ടാക്കാൻ പലയിടത്തും കഴിഞ്ഞില്ല. പക്ഷെ എന്നാൽ പോലും ഇന്ത്യയിൽ മതേതര വിശ്വാസികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്നൊരു പ്രസ്ഥാനം കോൺഗ്രസ് തന്നെയാണ്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയം തീരുമാനിക്കുന്ന സംസ്ഥാനം UP ആണ്. 80 സീറ്റുള്ള രാജ്യത്തെ ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ 45 സീറ്റേ ഉള്ളൂ. 48 സീറ്റ്. 80 സീറ്റുള്ള UPയിൽ ഈ പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എന്താണ്? ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ എന്താണ്? അവിടുന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. ഇപ്പം ഞങ്ങൾ അലയൻസാണ്, SP ആയിട്ട് അലയൻസ് ഉണ്ട്. ഏറ്റവും ഒടുവിൽ SP ആയിട്ട് ധാരണയായി. അതെ, ധാരണയായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി കേരളത്തിലേക്ക് വരണം. കേരളത്തിലെ സീറ്റ് ചർച്ച എവിടം വരെയായി? സീറ്റ് ചർച്ച UDF-ലെ ഘടകകക്ഷികളുടെ സീറ്റ് ചർച്ച പൂർത്തിയാക്കി. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ലീഗ് 3-ാം സീറ്റ് ആവശ്യപ്പെട്ടു. അങ്ങ് ലീഗുമായി വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ്. 3-ാം സീറ്റ് നൽകാൻ അർഹതയുള്ളതല്ലേ ലീഗ്? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ തവണ തന്നെ അവർ ആവശ്യപ്പെട്ടതാണ്. അന്ന് ഞാനാണ് പാണക്കാട് ഹൈദരലി തങ്ങളുമായി സംസാരിച്ച് ധാരണയുണ്ടാക്കുന്നത്.
കാരണം കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് പാർലമെൻറ്റിൽ വന്നാൽ മാത്രമേ ഒരു പോരാട്ടം ബി ജെ പിക്കെതിരെ ശക്തിപ്പെടുത്താൻ കഴിയൂ. അത് അവർക്ക് ബോധ്യമുണ്ട്. അവർക്കിപ്പോൾ എണ്ണം അനുസരിച്ചാണെങ്കിൽ CPIക്ക് 4 സീറ്റ് മത്സരിക്കുന്നു. ഇവർക്ക് 1-2 സീറ്റ് കൊടുക്കുന്നതിനൊന്നും അവർ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ല, അത് കൊടുത്തൂടെ? അല്ല, അതല്ല. അല്ല, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അർഹതാ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്. അല്ല, അത് ശരിയാണ്. പക്ഷേ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് വരേണ്ടത് പല കാരണങ്ങൾ കൊണ്ടും ആവശ്യമാണ്. പക്ഷേ അവരുടെ ക്ലെയിം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ രാജ്യസഭാ സീറ്റ് നേരത്തെ അവർക്കൊരു സീറ്റ് ഉണ്ട്, ഒരു സീറ്റ് നേരത്തെ കൊടുക്കാൻ തീരുമാനിച്ചത്. അടുത്ത് വരുന്ന സീറ്റ് കോൺഗ്രസ് എടുക്കും. രമേശ്, അപ്പോൾ ഫലത്തിൽ ലീഗിനെ പറ്റിക്കലാണ്. കാരണം നിലവിൽ അവർക്കൊരു രാജ്യസഭാംഗമുണ്ട്, PV അബ്ദുൽ വഹാബ്. അതെ, നിങ്ങൾ 6 മാസം നേരത്തെ കൊടുക്കുന്നു എന്നല്ലാതെ രണ്ടാമത്തെ സീറ്റ് ലീഗിന് നഷ്ടപ്പെടും. ഫലത്തിൽ ലീഗിന് ഒരു സീറ്റ് തന്നെയാണ് ഉണ്ടാവുക. ഭരണത്തിൽ വന്നാൽ 2 സീറ്റ് അവർക്ക് ഉറപ്പാക്കും. ഭരണത്തിൽ വന്നാലല്ലേ വരുമല്ലോ, അടുത്ത തവണ കോൺഗ്രസ് തീർച്ചയായിട്ടും. കോവിഡ് ഒന്നും വരാൻ ഫലത്തിൽ ലീഗിന് ഇപ്രാവശ്യത്തെ ആവശ്യവും ചർച്ചയും കൊണ്ട് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, നേട്ടമുണ്ടായി. കാരണം അവർക്ക് രാജ്യസഭാ സീറ്റ് ഒരെണ്ണം കൂടെ കിട്ടില്ല. കോൺഗ്രസിന് 1 സീറ്റേ ഉള്ളൂ, അവർക്ക് 2 സീറ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇല്ല, 2 സീറ്റിൽ രണ്ടാമത്തെ സീറ്റ് എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അതിപ്പോഴല്ലോ. ഏതായാലും 2 സീറ്റ് ലീഗിന് നൽകുക എന്നുള്ളതിൽ അത് എൻഷുർ ചെയ്യാൻ സാധിക്കുമോ? 2 സീറ്റ് എല്ലാ കാലഘട്ടത്തിലും ലീഗിന് 2 സീറ്റ് രാജ്യസഭയിൽ പണ്ടുണ്ടായിരുന്നു. ഇനി ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പാക്കും. ഇനി നമുക്ക് കോൺഗ്രസിൻ്റെ സീറ്റിലേക്ക് വരാം. എന്താ ഇത്ര താമസം സീറ്റ് തീരുമാനിക്കാൻ? കാരണം കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റായിരുന്നു. ഒന്ന് മുല്ലപ്പള്ളി പ്രസിഡന്റും ഈ സിറ്റിംഗ് MP-മാരാണ് ഭൂരിപക്ഷം. എന്താ സീറ്റ് തീരുമാനിക്കുക, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക ഇത്ര? ഞങ്ങളുടെ ഇപ്പോൾ UDF-ലെ ഘടകകക്ഷികളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. ഇവിടെ EP ജയരാജനൊക്കെ എന്ത് ബഹളമായിരുന്നു. ലീഗിന് വേണ്ടി ഇതുപോലെ വാദിച്ച ഒരാളുണ്ടാവില്ല. ഒരുപക്ഷേ ലീഗ് നേതാക്കന്മാർ വാദിക്കുന്നതിനേക്കാൾ കൂടുതൽ വാദിച്ച ആൾ EP ജയരാജനാണ്. അല്ല, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹവും പറഞ്ഞു ലീഗിനെ പറ്റിച്ചു. അത് കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടക്കാതെ വന്നുകൊണ്ട് പറയുന്നതാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രോസസ്സുണ്ട്, കേരളത്തിലല്ലേ തീരുമാനിക്കുന്നത്. ഇവിടെ സ്ക്രീനിങ് കമ്മിറ്റി ഇന്നലെ കഴിഞ്ഞു. ഈ റിപ്പോർട്ട് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് പോകും. സെൻട്രൽ ഇലക്ഷൻ BJPക്ക് അങ്ങനെയാണ്. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് പോയി അവിടെ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. എന്നാലേ അത് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി ഫസ്റ്റ് വീക്കിൽ കൂടുമ്പോൾ ഞങ്ങളുടെ ഈ റിപ്പോർട്ട് അവർ സമർപ്പിക്കും, ചർച്ച ചെയ്യും, ഫൈനലൈസ് ചെയ്യും. ഈ അങ്ങയുടെ തട്ടകമായ ആലപ്പുഴയിൽ ഇപ്രാവശ്യം ആര് സ്ഥാനാർത്ഥിയാവാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? KC വേണുഗോപാലാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. KCയെ വീണ്ടും, കാരണം KC വേണുഗോപാൽ മത്സരിച്ച 2 തവണ MP ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് നല്ല ബന്ധമാണ് നിയോജകമണ്ഡലത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അദ്ദേഹം മത്സരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. ഈ KCയെ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണോ? അല്ല, പാർലമെൻറ്റ് മെമ്പർ ആയി ഇപ്പം മത്സരിക്കുന്നതാണ് നല്ലതെന്നാണ് പാർട്ടി അണികളുടെ ഒരു അഭിപ്രായം. ഞാൻ ആ അഭിപ്രായം കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു യാത്ര സമാപിച്ചു, സമരാഗ്നി യാത്ര. മുമ്പ് ഒരിക്കലും ഇല്ലാത്തതാണ്. അങ്ങയുടെ 2 യാത്ര ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. മുല്ലപ്പള്ളി യാത്ര നയിച്ചിട്ടുണ്ട്, VM സുധീരൻ യാത്ര നയിച്ചിട്ടുണ്ട്. പക്ഷേ 2 നായകരുമായി കോൺഗ്രസിൻ്റെ, ഒരു പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 2 നായകരുള്ള ഒരു യാത്ര ആദ്യമാണ്. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത്രയും ഐക്യമില്ലാണ്ടായോ? അല്ല, പാർട്ടി അതൊരു തീരുമാനമെടുത്തതാണ്. ഒരുമിച്ച് പാർട്ടി പ്രസിഡൻറ്റും CLP ലീഡറും ഒരുമിച്ച് ജാഥ നയിക്കണം. അത് ഒരു യൂണിറ്റിയുടെ മെസ്സേജ് കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തി തീരുമാനിച്ചത്. അപ്പോൾ അതനുസരിച്ചാണ് ജാഥ മുന്നോട്ട് പോയത്. ചില്ലറ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഊതി വീർപ്പിച്ച് വലിയ സംഭവങ്ങളാക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസിൽ പഴയ കാലത്തിന് വ്യത്യസ്തമായി അഭിപ്രായ ഐക്യമുള്ളൊരു കാലമാണ്. രമേശ്, ഇത് ക്യാമറയ്ക്ക് മുൻപിൽ പറയുന്നതല്ലാതെ, രമേശ് കുറച്ച് ഉള്ളു തുറന്ന് പറയുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ 2 കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ ഇൻ്റർവ്യൂ ചെയ്തു. മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇതേ ആൻസർ പ്ലീസിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ കൂടിയാലോചനകളില്ല, ഒരു കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല, മാത്രമല്ല ആരെയും നിസ്സാരവൽക്കരിക്കാതെ ഒപ്പം ചേർക്കാനുള്ള മനസ്സ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനും KPC പ്രസിഡന്റിനും ഇല്ല. അങ്ങുള്ള കാലത്ത് അങ്ങനെ ആയിരുന്നില്ല എന്ന് കൂടി പറഞ്ഞു കേട്ടോ. മറ്റൊന്ന്, K മുരളീധരൻ്റെ ഇൻ്റർവ്യൂവിലും ഇതേ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ കാര്യസമിതി ചേരുന്നില്ല. ഇതെങ്ങനെ? അങ്ങ് ഇതൊക്കെ നടത്തിയിരുന്നല്ലോ. നമ്മുടെ പാർട്ടിക്കകത്ത് വേണ്ടത് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, എല്ലാവരെയും ഉൾക്കൊണ്ടു പോകാനുള്ള സമീപനം ഉണ്ടാകണം. എത്ര ചെറിയ നേതാവാണെങ്കിലും വലിയ നേതാവാണെങ്കിലും എല്ലാവരെയും ഉൾക്കൊണ്ടു പോകണം. ഇവിടെ CPM പോലൊരു പാർട്ടിയല്ല കോൺഗ്രസ്. CPM ഇപ്പോൾ പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും ഇന്ന് രാത്രി അല്ല ഇത് പകലാണ് എന്ന് അർദ്ധരാത്രി പറഞ്ഞാലും അത് അംഗീകരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടിയല്ല. കോൺഗ്രസ്സിന് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിന് നേതൃത്വം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ആവശ്യവും.
എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് കോൺഗ്രസ്സിന് ശക്തി ഉണ്ടാകുന്നത്. അത് നേതൃത്വത്തിലിരിക്കുന്നവരും സഹകരിക്കേണ്ടവർ സഹകരിക്കുകയും നേതൃത്വത്തിലിരിക്കുന്നവർ അവരെ സഹകരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് എപ്പോഴും നല്ലത്. ഈ രമേശിയും ഉമ്മൻചാണ്ടിയും കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ച കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ഉള്ളതിനേക്കാളും AI ഗ്രൂപ്പ് ശക്തമായിരുന്നു. ഇപ്പം ഗ്രൂപ്പൊക്കെ ഇല്ലാതായി. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല? അല്ല, ഞാനതാ പറഞ്ഞത്, കോൺഗ്രസിനെ പോലെ ജനാധിപത്യ പാർട്ടിയിൽ പരസ്പര ബഹുമാനവും വിശ്വാസവും ഐക്യവും ഊട്ടി ഉറപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനത് തന്നെ പറയാറുണ്ട്. അത് കെ സുധാകരനോടും VD സതീശനോടും അങ്ങ് പറയാറുണ്ടോ? പറയേണ്ട സന്ദർഭത്തിൽ തീർച്ചയായിട്ടും പറഞ്ഞു. എന്താ അവരുടെ ഒരു പ്രതികരണം? 20 വർഷക്കാലം ഞാൻ ഉമ്മൻചാണ്ടിയും കേരളത്തിലെ പാർട്ടിയെ നയിച്ചപ്പോൾ ഞങ്ങൾ ചെയ്ത എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ തന്നെ വേണമെന്നാണ് ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത്. എവിടെയാണ് പിന്നെ തടസ്സം? ഇവർ രണ്ടുപേരെ കുറിച്ചിട്ടാണ് എല്ലാവരും പരാതി പറയുന്നത്. അടക്കം പറച്ചിലുകളെല്ലാം KPC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവും ഒരു അച്ചുതണ്ടായി മാറുന്നു എന്നുള്ളതാണ്. ഇല്ല, അവർ നല്ല നേതാക്കന്മാർ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞാനീ പറഞ്ഞ കാര്യം കൂടി അവരുടെ ശ്രദ്ധിക്ക് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും അവർ അത്തരം ഒരു തിരുത്തലിന് തയ്യാറാണ്. അല്ല, തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരും ഒന്നിപ്പിച്ച് കൊണ്ടുപോകണമല്ലോ. നമ്മളെല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുകയാണ്. എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോയി. ഇന്ന് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്, ഇത് വ്യക്തിയുടെ പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണോ? മോഡി ഇനിയും വന്നാൽ ഈ പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ ജയിലിലിടില്ല എന്നെങ്ങനെ അറിയാം? അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അടിയന്തര കാര്യം. രമേശ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപക്ഷെ അങ്ങയുടെയും യാത്രയിൽ കാണാത്ത വിധത്തിലുള്ള അസഭ്യവർഷങ്ങൾ പത്രസമ്മേളനത്തിൽ പോലും പ്രസിഡന്റിൻ്റെ വായിൽ നിന്ന് വന്നത്. ഇതൊക്കെ ഭൂഷണമാണ്. ഇത് ജനം ചർച്ച ചെയ്യില്ലേ? അല്ല, പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ കേട്ടതല്ലേ എല്ലാവരും? ഒഴിവാക്കേണ്ടതല്ലേ ഇതൊക്കെ? ജാഗ്രത പാലിക്കണം. അക്കാര്യത്തിലൊക്കെ നമ്മൾ വളരെ ജാഗ്രത, കാരണം നമ്മൾ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അപ്പോൾ അതും നമ്മൾ ജാഗ്രത പാലിക്കണം എന്നുള്ള അഭിപ്രായം ഞാൻ പിന്താങ്ങുന്നു. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന വേളയിലാണ് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത്. മാവേലി സ്റ്റോറിൻ്റെ റാക്ക് കാലിയാണ്, പെൻഷൻ കുടിശ്ശികയാണ്. അതായത് സർക്കാരിനെതിരെ ഏറ്റവും ഭരണവിരുദ്ധ വികാരം വരുന്നൊരു ഘട്ടം. ആ ഘട്ടത്തിൽ പോലും കോൺഗ്രസിന് സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഉള്ള സീറ്റിൽ 5 നഷ്ടപ്പെട്ടു. അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. അത് കേവലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ച് UDF മുന്നേറ്റമായത്. അതെന്താണെന്ന് വെച്ചാൽ ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒരു മിനിറ്റ്, അതൊന്നും ബാധിക്കില്ല. കാരണം അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയും അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളാണ് പഞ്ചായത്തിൽ പ്രതിഫലിക്കുന്നത്. അത് നിയമസഭയിലോ പാർലമെൻറ്റിലോ പ്രതിഫലിക്കുന്ന രാഷ്ട്രീയം അല്ല. ആ വാർഡിലെ ഏറ്റവും സമർത്ഥനായ സ്ഥാനാർത്ഥിയാണെന്ന് വെച്ചാൽ അവരെ ജയിക്കുള്ളൂ. അതാണോ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം? മാത്രമല്ല, ലീഗ് ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് തോറ്റു, അല്ല അതല്ല, പക്ഷേ ലീഗ് ജയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, അത് നിൽക്കുന്ന സ്ഥാനാർത്ഥി, അവിടുത്തെ പ്രാദേശിക സാഹചര്യം, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട. അല്ലാണ്ട് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയം അതിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നു. അല്ല, ഈ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ പെൻഷൻ മുടങ്ങലും മാവേലി സ്റ്റോറിൻ്റെ റാക്ക് കാലിയായ സാഹചര്യവും ബാധിക്കില്ലേ? 100%. കേരള ഭരണത്തിൻ്റെ കൂടി ഒരു വിലയിരുത്തലാണ്. നരേന്ദ്രമോദി ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, ജനദ്രോഹ നടപടികൾ, അതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. ഈ പ്രതിപക്ഷ നേതാവ് നിരവധി ആരോപണങ്ങൾ മുഖ്യമന്ത്രി മകൾക്കെതിരെയൊക്കെ പറയുന്നുണ്ട്. മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. രമേശ് പൊതുവെ അങ്ങനെ വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് പോകാറില്ല. ഇത് ഒന്ന് രാഷ്ട്രീയത്തിന് ഭൂഷണമാണോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ പ്രതിഫലിക്കും? തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ റേറ്റിംഗ് വളരെ താഴെ നിൽക്കുകയാണ്. 140 നിയോജകമണ്ഡലത്തിൽ നടന്ന് അദ്ദേഹം പോയി നവകേരള സദസ്സ് നടത്തിയിട്ട് പെട്ടെന്ന് അതിനകത്ത് ഒരു പ്രയോജനം കിട്ടിയില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായതുകൊണ്ടാണല്ലോ പിന്നെ ഇപ്പം മുഖാമുഖം നടത്താനായി പോകുന്നത്. മുഖാമുഖമൊക്കെ ഒരു ഒരു ഡ്രാമയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ മുഖം നന്നാക്കാമെന്ന് CPM കരുതണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിൽ BJP മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള പ്രചരണമാണ്. 2 ആഴ്ചക്കുള്ളിൽ 2 തവണ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി വന്നു. കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നു. പ്രധാനമന്ത്രി നിരന്തരം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പ്രധാനമന്ത്രി എത്ര തവണയോ വരുന്നു, അത്രയും കൂടുതൽ ഞങ്ങളുടെ വിജയം ഉണ്ടാകും. അതെന്താ കാരണം? അത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്.
കാരണം നരേന്ദ്രമോദിയുടെ ഭരണം വിതച്ച വിനാശം മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത ഉള്ള ജനങ്ങളാണ് കേരളം. ഈ കെ സുരേന്ദ്രൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് അയോധ്യ രാമക്ഷേത്ര തരംഗം കേരളത്തിലുമുണ്ട്, മോഡി തരംഗമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നാണ്. ഒരു തരംഗവുമില്ല, തെറ്റിദ്ധരിക്കുകയാണ് ഇവർ കുറേ കാലമായി പറയുന്നതാണ്. BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല, ഇതാണ് സത്യം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വമ്പിച്ച പ്രചരണമാണ് നടത്തുന്നത്. കഴിഞ്ഞ തവണയും വമ്പിച്ച പ്രചരണം തന്നെയാണ്. തൃശ്ശൂർ ഞാൻ ഇനി എടുക്കുമെന്നാണ് പറഞ്ഞത്, എന്നിട്ട് എൻ്റെ എടുത്തില്ലല്ലോ. ഈ പ്രാവശ്യം എന്തോ ഇപ്പോൾ തവണ ഒന്നും സംഭവിക്കാനില്ല, പ്രതാപൻ അവിടെ ഒന്നും ജയിക്കുമല്ല. എന്താ പ്രതാപൻ്റെ പെർഫോമൻസ് ആ ഒരു പ്രതാപത്തിലുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഉണ്ട്. പ്രതാപൻ വളരെ ജനകീയനായ പാർലമെൻറ്റ് അംഗമാണ്, അദ്ദേഹത്തെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുപലകയാവോ? തീർച്ചയായിട്ടും ഏത് തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ ചൂണ്ടുപലകൾ തന്നെയാണ്. അല്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥി ഒരിക്കലും ശരിയാവില്ല. പക്ഷേ ഫാക്ടേഴ്സ് ഡിഫറൻ്റ് ആവും. കേരളത്തിൽ കാരണം 19 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടും അസംബ്ലി ജയിക്കാൻ കഴിഞ്ഞില്ല. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. മാത്രമല്ല അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്ന് കോവിഡായിരുന്നു. കോവിഡ് ഞങ്ങളെ വളരെയധികം ബാധിച്ചു. ആ കാലഘട്ടത്തിൽ ഗവൺമെൻറ് കൊടുത്ത ആനുകൂല്യങ്ങൾ ജനങ്ങളെ ധാരാളം ബാധിച്ചു. ഇപ്പം ജനങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ 2020 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെന്താണ്, എന്ത് രാഷ്ട്രീയമാണ്? അവർ ജനങ്ങൾക്ക് കൺസെഷൻ റേറ്റിൽ ഫുഡ് ഗ്രെയിൻസും വെജിറ്റബിൾസും കൊടുക്കുക. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനം. കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടിയപ്പോൾ മരുന്ന് ഫ്രീ, ഭക്ഷണം ഫ്രീ, കിറ്റ് ഫ്രീ, ഇതെല്ലാം കൊടുത്തൊരു ഗവൺമെൻറ് പെൻഷൻ, ഇതെല്ലാം കൊടുത്തപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തു. ഇപ്പം ജനങ്ങൾ അത് പശ്ചാത്തപിക്കുന്നു. അത് യൂട്ടിലൈസ് ചെയ്യാൻ ജനങ്ങൾ അസംതൃപ്തരാണ്. ഈ ഭരണത്തോട് ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ഈ അസംതൃപ്തി അത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയം. രമേശ്, ഒരു ചോദ്യം ഇതാണ്, അത് ഇത്രയും അസംതൃപ്തി ഉണ്ടായ കാലം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ അങ്ങും കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ വോട്ടായി മാറ്റാനുള്ള സംഘടനാശേഷി കോൺഗ്രസിനുണ്ടോ, UDFനുണ്ടോ? അറ്റ്ലീസ്റ്റ് ലീഗിൻ്റെ സംഘടനാശേഷിയെങ്കിലും കോൺഗ്രസിനുണ്ടോ? കോൺഗ്രസിന് സംഘടനാശേഷിയൊക്കെ ഉണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ സമരാഗ്നി യാത്രയുടെ അവസാന സമ്മേളനത്തിൽ ദേശീയഗാനം പോലും മര്യാദയ്ക്ക് പാടാൻ പറ്റാത്ത ഒരു നേതൃത്വം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ഭൂഷണമാണ്? അതൊരു നാക്കുപിഴ സംഭവിച്ചു എന്ന് കരുതിയാൽ മതി. പാലോട് രവി നന്നായി കവിത ചെല്ലുന്ന ആളാണ്, നന്നായി പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു നാക്കുപിഴയായി അതിനെ കണ്ടാൽ മതി. അല്ലാണ്ട് ദേശീയഗാനം പാടാൻ അറിയാൻ വയ്യാത്ത ആളാണോ? ഒന്നുമല്ലല്ലോ. അതങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ കോൺഗ്രസിനല്ലേ ഇന്നിപ്പോഴത്തെ വിഷ്വൽ മീഡിയയുടെ കാലമാണ്. വളരെ സൂക്ഷ്മതയോടെ ആളുകൾ പ്രവർത്തിക്കണം, ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്ന സന്ദേശമാണ് ഇത്തരം കാര്യങ്ങൾ നൽകുന്നത്. അവസാനമായിട്ട് രമേശ് ചെന്നിത്തല കുറച്ച് നാളായിട്ട് പല നിർണായക തീരുമാനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പ്രകൃതം കാണിക്കാറുണ്ട് കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളിലും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനം വന്നതിന് ശേഷം അങ്ങ് പ്രത്യേകിച്ചും അങ്ങേ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ അപ്പുറത്തേക്ക് കേരളത്തിലെ ആകെയുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മുതിർന്ന നേതാവ്, ഇന്നുള്ള നേതാക്കളിൽ വളരെ സീനിയറാണ് അങ്ങ്. മാത്രമല്ല ഏതാണ്ട് 10-20 കാലം കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്ത അങ്ങ് ഉമ്മൻചാണ്ടിയാണ്. ഈ ഒരു ഉൾവലിയൽ എന്തിൻ്റെ സൂചന? ഒരു ഉൾവലിയൽ എല്ലാത്തിനും ഞാൻ സജീവമായിട്ടുണ്ടല്ലോ. എല്ലാ ഒന്നിനും ഞാൻ മാറി നിൽക്കാറില്ല. എല്ലാ പാർട്ടി പരിപാടിക്കും പ്രവർത്തകർ വിളിക്കുന്ന ഏത് പരിപാടിക്കും ഞാൻ പോകും. ഏറ്റവും കൂടുതൽ പരിപാടികൾക്ക് ഞാനിപ്പോൾ പോകുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്നത് എൻ്റെ പരിപാടികൾക്കാണ്. എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.